തരാം. പണ്ട് പണിക്കരും വെള്ളാപ്പള്ളി സാറും കൂടെ യോജിച്ചപ്പോൾ 2 വ്യക്തികൾ തമ്മിലായിരുന്നു യോജിപ്പ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അവരുടെ ഈഗോ, 2 വ്യക്തികൾ തമ്മിൽ വാപണിക്കർ സാറേ നമുക്കൊന്ന് യോജിച്ച് കളയാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമ്പോഴേ വെള്ളാപ്പള്ളി സാർ കാലൊന്ന് കയർത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈഗോ തുടങ്ങി, ഐക്യം അവസാനിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. നമ്മൾ ആത്മീയതയുടെ വെളിച്ചത്തിലാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. പത്മനാഭസ്വാമിയെയും ശബരിമല ക്ഷേത്രത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഹിന്ദു പാർലമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കുമ്മനം ചേട്ടന്റെ ആദ്യത്തെ ശരണവിളിയോടുകൂടിയാണ് അത് ആഗ്രഹിച്ചത്, അത് ആരംഭിച്ചത്. ചേങ്കോട്ടുകുണം സ്വാമിയാണ് അതിന് ആശയം നൽകിയത്. അദ്ദേഹം ജീവിച്ചിരിക്കെ ഇത് പണിതില്ല എങ്കിലും അത് നടപ്പാക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായി. ഇത് പ്രായോഗികമാക്കണം, അതിനുള്ള കോപ്പുകൾ കൂട്ടാൻ. ഇതൊരു യുദ്ധമാണ്. തുറന്ന യുദ്ധത്തിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ, നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചല്ലോ, ഇതൊന്നും മീറ്റിംഗിൽ വന്ന് പ്രസംഗം കേട്ടിട്ട് പോകില്ല. സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ച് നമ്മുടെ TV ബാബു സാറിന്റെയും വെള്ളാപ്പള്ളിയുടെയും നമ്മുടെ കുമ്മനം ചേട്ടന്റെയും ഒപ്പം നിങ്ങൾ നിൽക്കൂ. അവിടെ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ വരാം എന്നുള്ള നിലപാടല്ല വേണ്ടത്. നമ്മൾക്കിവിടെ ജീവൻ മരണ പോരാട്ടമാണ്. കുമ്മനം ചേട്ടൻ പ്രസംഗിച്ചപ്പോൾ ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ട്യൂണിങ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ആ ഹൃദയത്തിന്റെ വികാരം ഒരു വലിയ 10,000 വർഷത്തെ ചരിത്രത്തിന്റെ വികാരമാണ് ആ മനസ്സിൽ നിന്ന് പ്രതികരിച്ചത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹിന്ദു പാർലമെന്റ് എന്നോ ഹിന്ദു ഐക്യവേദി എന്നോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ സൃഷ്ടിച്ചു വിട്ടത് ആ മനുഷ്യനാണ്. നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ പലപ്പോഴും പല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. മഹാഭാരത യുദ്ധത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല ആയുധങ്ങളാണ് പ്രയോഗിക്കുന്നത്, ഒരായുധമല്ല. ഈ ഒരു തിരിച്ചറിവും നമുക്കുണ്ട്.